അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. ഇന്ന് അടിപൊളിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് മല്ലിയും മുളകും ഒക്കെ ഒന്ന് ഉണക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് മല്ലി, ഒരു 1.5 കിലോ മല്ലി വാങ്ങിയിട്ടുണ്ട്. 1 കിലോ മുളകും വാങ്ങിയിട്ടുണ്ട്. കാശ്മീരി മുളക് 1/2 കിലോ, വറ്റൽ മുളകും 1/2 കിലോ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ്. അങ്ങനെ ഒരാഴ്ചയായി നമ്മളെ മഞ്ഞൾ ഉണക്കലും തേങ്ങ ഉണക്കലും ഒക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ തേങ്ങയും ആട്ടി കൊടുന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ മല്ലിയും മുളകുമൊക്കെ കഴുകി വൃത്തിയാക്കി ഒക്കെ ഒന്ന് ശരിയാക്കണത്. എല്ലാം കൂടെ ഒപ്പാവുമ്പോൾ മഴ എപ്പോഴാണ് എന്താ പറയുക പെയ്യാന്നറിയില്ലല്ലോ. എപ്പോഴും മഴ പെയ്യാനുള്ള സാധ്യതയോടുകൂടെ നിൽക്കണം. ഇടയ്ക്ക് മഴക്കാർ നല്ല വരാറുണ്ട്. എങ്കിലും അതൊന്നും നോക്കാതെ ഞാൻ മല്ലിയും മുളകൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കുകയാണ്. 2-3 പ്രാവശ്യം കഴുകിയപ്പോൾ നന്നായി ചളി പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ അന്യ സംസ്ഥാനത്തു നിന്നൊക്കെ കൊണ്ടുവരുന്ന മല്ലിയും മുളകൊക്കെ ആണല്ലോ. അപ്പം നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കുക. ഞാൻ മുളകൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മല്ലി കഴുകുകയാണ്. മല്ലി കഴുകിയപ്പോൾ നന്നായി ചളി നന്നായി കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യം തന്നെ നന്നായി കഴുകി എടുക്കണം. രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഞാനിത് കഴുകി വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി വാർന്നു പോയാൽ മുകളിൽ കൊണ്ടുപോയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് വെള്ളമൊക്കെ വാർന്നു പോവുള്ളൂ. ആ സമയത്ത് നമ്മൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരുക്കണം. അപ്പോൾ ഒരുപാട് ജോലികളൊക്കെ ഉള്ള തിരക്കിലാണ് നമ്മൾ മല്ലിയും മുളകും ഉണക്കുന്നത്. ആദ്യത്തെ ട്രിപ്പ് കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ കളർ ഈ രൂപത്തിലായിട്ടുണ്ട്. അങ്ങനെ 2-3 പ്രാവശ്യം നന്നായി കഴുകിയെടുക്കണം. കഴുകി ഒക്കെ ശരിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ നന്നായി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു അരമണിക്കൂർ 2 മണിക്കൂറൊക്കെ നമ്മൾ വെള്ളം വാർന്നു പോകാൻ വെക്കാൻ സമയം ഉണ്ടെങ്കിൽ വെക്കുക. ഇത് അരമണിക്കൂർ കഴിഞ്ഞേക്ക് അതിനെ മുകളിൽ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഏറ്റവും മുകളിലാണ്, ഷീറ്റിൻ്റെ മുകളിലാണ് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. നല്ല ചൂടായിരിക്കും, പെട്ടെന്ന് ഉണങ്ങി കിട്ടാനും ഇവിടെ ഇട്ടാലേ നമുക്ക് നല്ല സൂര്യപ്രകാശം കിട്ടുള്ളൂ.
അങ്ങനെ നമ്മളെ മുളകും മല്ലിയൊക്കെ നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അതൊന്ന് വറുത്തെടുക്കുകയാണ് മല്ലി. നമ്മളെ മല്ലി വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ചെറിയ ചൂടിൽ നമ്മളെ മുളകും കൂടി ഒന്ന് വറുത്തെടുക്കുകയാണ്. ഒരുപാടങ്ങ് വറുക്കണമൊന്നുമില്ല, ചെറിയൊരു ചൂടിൽ ഇങ്ങനെ കുറച്ച് സമയം ഇളക്കി കൊടുത്ത് അതങ്ങനെ പരത്തി ഇടുകയാണ്. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും നമ്മളെ മുളകൊക്കെ അടിപൊളിയായി കിട്ടും. ഇളം ചൂടിൽ ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട് അടുപ്പിൻ്റെ മുകളിലായിട്ട്. മുളകിൻ്റെ ഞെട്ടൊക്കെ നന്നായി എടുത്തിട്ടുണ്ട്, ഫുള്ളും ഞെട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അതിന് അങ്ങനെ നമ്മളെ മല്ലി മുളകും അതുപോലെ എണ്ണയൊക്കെ ആട്ടി കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.